പ്രിയമുള്ളവരെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സംരക്ഷിക്കലാണ് ഏറ്റവും വലിയ ധർമ്മം എന്ന് വിശ്വസിക്കുന്നു. സംരക്ഷണം എല്ലാ അർത്ഥത്തിലും നമ്മുടെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഓരോ വീഡിയോകൾ നമ്മൾ കാണുമ്പോഴും ഓരോ വാർത്തകൾ കേൾക്കുമ്പോഴും വളരെ വിഷമസന്ധി തോന്നുന്നുണ്ട്. ഇന്നൊരു വീഡിയോ കണ്ടതാണ്. ഒരു മാതാവ് വെള്ളത്തിലേക്ക് ചാടുന്നു, കുഞ്ഞ് ബാക്കിൽ നിന്ന് ചാടുന്നു, കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നു. സംരക്ഷണം എന്ന് പറയുന്നത് വളരെ ഭദ്രമായിട്ട് കാത്തു സൂക്ഷിക്കലാണ്. അത് എല്ലാ പേരും ഓർമ്മയിൽ വയ്ക്കേണ്ട ഒന്നാണ്. നമുക്കെപ്പോഴും ചിന്തിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമുണ്ട്. നമ്മളുടെ അശ്രദ്ധ അല്ലെങ്കിൽ നമ്മളൊന്ന് കണ്ണ് ചിമ്മിയാൽ നമ്മുടെ ജീവന് യാതൊരു തരത്തിലുള്ള വിലയുമില്ല. നമ്മുടെ സംരക്ഷണ കവാടം നശിക്കുമെന്നുള്ള കാര്യം തീർച്ചയായിട്ടും ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്. ചില അശ്രദ്ധകൾ ഒരുപാട് ജീവിതത്തിൽ തിരിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള വിഷമസന്ധിയിലേക്ക് നമ്മൾ മാറുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യ ബോധ്യം എല്ലാ പേർക്കും ഉൾക്കൊള്ളാൻ സാധിക്കണമെന്നും കൃത്യമായിട്ട് ഞാൻ പറയുകയാണ്. മനസ്സിലാക്കണം. ശ്രദ്ധ എപ്പോഴും ഉണ്ടാവണം. ജീവിതത്തിൻ്റെ എല്ലാ ഭാഗത്തും ശ്രദ്ധയുണ്ടാവണം. ആ ശ്രദ്ധയുടെ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമാണ് നമ്മൾ എപ്പോഴും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുന്ന ഒന്നാണ്. പ്രകൃതി, ഈശ്വരൻ. അത് ജീവിതത്തിൽ വിശ്വാസം ഉണ്ടോ ഇല്ലയെന്ന് അറിയില്ല. ഈശ്വരനെ കുറിച്ച് കൂടുതൽ പറയുമ്പോൾ ഇവനെന്താ ഭയങ്കരമായിട്ടുള്ള ദൈവഭക്തിയാണോ എന്ന് ചോദിക്കും. അങ്ങനെയല്ല. ഈശ്വരൻ നമ്മുടെ വിശ്വാസമാണ്. പ്രകൃതി നമ്മളെ സംരക്ഷിക്കുന്നതാണ്. പ്രകൃതിയുടെ സംരക്ഷണത്തിലാണ് നമ്മളെല്ലാ പേരും. അപ്പം നമ്മൾ എപ്പോഴും നമ്മുടെ കുട്ടികളെ ആ വെള്ളത്തിലേക്ക് ചാടുകയാണ്. ആ വെള്ളത്തിലേക്ക് ചാടുന്നു, ആ കുട്ടി നേരെ ബാക്കിൽ വീണിട്ട് മുങ്ങുകയാണ്. അപ്പോൾ സന്തോഷം അതിര് കിടക്കുന്നതും ആപത്താണ്. സന്തോഷത്തിനൊരു മിതത്വം പാലിക്കണം. എല്ലാത്തിനും നമുക്കൊരു മിതത്വം ഉണ്ടാവണം. ആ മിതത്വമാണ് ജീവിതത്തിൻ്റെ വിജയം. ആ ഒരു 5 മിനിറ്റിലത്തെ സന്തോഷം അവരുടെ ജീവിതത്തിലേക്ക് ഉണ്ടായ മാറ്റം എന്താണ്? ഇനി എത്ര കാലം അവർക്കിനി ജീവിത അവസാനം വരെ സന്തോഷിക്കാൻ സാധിക്കുമോ? ആ കുഞ്ഞിൻ്റെ ജീവൻ പോയതോടുകൂടി അവിടെ സന്തോഷങ്ങൾ അസ്തമിച്ചു. അപ്പം നമ്മളെല്ലാത്തിലും ഒരു കൃത്യമായിട്ടുള്ള ഈ മഴക്കാലമാണ്. യാത്രകൾ പോകുമ്പോൾ, വിനോദസഞ്ചാര മേഖലകളിലൊക്കെ പോകുമ്പോൾ വളരെ ശ്രദ്ധയോട് കൂടിയിട്ടാണ്. ഓരോ നിമിഷവും നമ്മൾ വളരെ ശ്രദ്ധയോട് കൂടിയിട്ടാണ് പോകേണ്ടത്. വയനാട്ടിലിപ്പോൾ മണ്ണിടിച്ചിലുണ്ടായി. കരാറ് ചെയ്യുന്ന അതാരാണോ അത് ചെയ്യുന്ന ആൾ, അയാളുടെ ബുദ്ധിമോശമാണ്. അയാൾ ആ മണ്ണ് മാറ്റാൻ വേണ്ടിയിട്ട് പോയില്ല. അയാളുടെ അനാസ്ഥയാണത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അതാണ് നമ്മുടെ ലോകം. പുതിയ പുതിയ വാർത്തകൾ ഇങ്ങനെ വരും. വാർത്തകൾ ഓരോ നിമിഷവും മാറിക്കൊണ്ടേയിരിക്കും. കാലങ്ങൾ വളരെ നമ്മളെന്താ പറയുക, ജീവിതത്തിൽ എന്തും നമുക്ക് തിരിച്ചു കിട്ടും. സമയം മാത്രം തിരിച്ചു കിട്ടില്ല. സമയം തിരിച്ചു കിട്ടിയാൽ എന്താ ഭാഗ്യം അല്ലേ? നമ്മുടെ കുഞ്ഞുനാൾ നമുക്ക് തിരിച്ചു കിട്ടിയാൽ ഏറ്റവും സന്തോഷമായിരിക്കില്ലേ? തിരിച്ചു കിട്ടുമോ? ഒന്നും കിട്ടത്തില്ല. അപ്പോൾ എപ്പോഴും നമുക്ക് സമയത്തിന് ഒരു ഇമ്പോർട്ടൻസ് എപ്പോഴും കൊടുക്കുക. ശ്രദ്ധയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇതെന്തുകൊണ്ട് ഞാൻ ഈ കല്ലുകളെക്കുറിച്ച് വന്ന് പറയുമ്പോൾ ഇതെന്തിനാ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമായ അഭിപ്രായമുണ്ട്. അതുകൊണ്ടാണ് ഓരോ വിഷയങ്ങൾ കാണുമ്പോഴും ആ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള അഭിപ്രായം എനിക്കുണ്ട്. ആ അഭിപ്രായം ഞാൻ പറയും. അപ്പോൾ നമുക്ക് നമ്മുടെ ചോറിലേക്ക്, അന്നത്തിലേക്ക് വരാം. അത് തന്നെയാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ ശക്തി. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്, ഞാൻ മൂൺ സ്റ്റോൺ എന്ന് പറയുന്നൊരു സ്റ്റോൺസിനെ കുറിച്ച് പറഞ്ഞു. ഈ മൂൺ സ്റ്റോൺ എന്താണ്? മൂൺ സ്റ്റോൺ എന്ന് പറയുന്നത് നമുക്ക് വളരെ സുലഭമായിട്ട് ലഭിക്കുന്നൊരു സ്റ്റോണാണ്. ഒരു ക്യാരറ്റിന് 50 രൂപയാണ് ഇന്ന് മാർക്കറ്റ് പ്രൈസ്. അതിലും താഴെ കിട്ടുന്നതുണ്ട് മൂൺ സ്റ്റോൺ. പക്ഷേ മൂൺ സ്റ്റോണിൽ 11 വെറൈറ്റി ക്ലാരിറ്റികളുണ്ട്. അതിൽ ഏറ്റവും ബേസ് ക്വാളിറ്റിയിലാണ് ഞാൻ ഈ പറഞ്ഞത് ക്യാരറ്റ് 50 രൂപ. മൂൺ സ്റ്റോൺ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനെ എപ്പോഴും തണുപ്പിക്കാൻ സാധിക്കുന്ന ഒരു സ്റ്റോണാണ്. അത് നക്ഷത്രം നോക്കി നിങ്ങൾ ധരിക്കേണ്ട കാര്യമില്ല. മൂൺ സ്റ്റോൺ ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ നമ്മളൊരു നക്ഷത്ര പ്രകാരമാണ് മൂൺ സ്റ്റോൺ ധരിക്കേണ്ടത്, അങ്ങനെയില്ല. പൊതുവിൽ നമുക്ക് എല്ലാവർക്കും ധരിക്കാം. ഞാനും ധരിച്ചിട്ടുണ്ട് മൂൺ സ്റ്റോൺ. അത് പൊതുവിൽ എന്താ കാര്യം ധരിക്കേണ്ടത്? നമുക്ക് ഓവറായിട്ട് ദേഷ്യമുള്ളവർ, ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ പിന്നെ ഷൗട്ട് ചെയ്തിരിക്കുന്ന ചിന്തിക്കുന്നവർ, ഇങ്ങനെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തിട്ട് അവരിത് ചിന്തിക്കുക, അയ്യോ ഞാൻ അവിടെ അത്രയും വഴക്കുണ്ടാക്കണ്ടായിരുന്നല്ലോ, അത്രയും സംസാരം ഉണ്ടാവണ്ടല്ലോ എന്ന് പിന്നീട് മനസ്സുകൊണ്ട് റിവൈൻഡ് ചെയ്യുന്ന ആൾക്കാർ മൂൺ സ്റ്റോൺ ധരിക്കുന്നത് നല്ല ഉത്തമമായിരിക്കും. നമുക്ക് എത്ര ദേഷ്യം വന്നാലും നമ്മൾ വളരെ കൂളായിട്ട്, ക്ഷമയാണല്ലോ എല്ലാം. നമ്മളെ ഫ്രണ്ടിൽ നിന്നൊരാൾ ദേഷ്യപ്പെടുമ്പോൾ
അയാൾ ദേഷ്യപ്പെട്ട് ഉച്ചത്തിൽ സംസാരിക്കുമ്പോൾ അയാൾ നമ്മളെക്കാട്ടിയും വലുതാണെന്നുള്ള തോന്നൽ അയാൾക്കുണ്ടെങ്കിൽ അയാൾ ഈ ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടനാണെന്നുള്ള ബോധ്യം അയാൾക്കില്ലാതെ പോകുന്നത്. ഒരാൾ സംസാരിക്കുമ്പോൾ മറ്റൊരാൾ മിണ്ടാതിരിക്കുന്നുണ്ടെങ്കിൽ അത് ക്ഷമയാണ്. മിണ്ടാതിരിക്കുന്ന ആളാണ് ഏറ്റവും ക്ഷമയോടുകൂടി ഇരിക്കാൻ സാധിക്കുന്ന ആളാണ് ഏറ്റവും ഉത്തമൻ എന്നുള്ള ബോധ്യം ഷൗട്ട് ചെയ്യുന്ന ആൾക്ക് വേണം. രണ്ടുപേരും ഷൗട്ട് ചെയ്താൽ അവിടെ എന്താ സംഭവിക്കുക? അപ്പോൾ ഷൗട്ട് ചെയ്യുമ്പോൾ വളരെ നമ്മൾ എപ്പോഴും ക്ഷമയോടുകൂടി ഇരിക്കുക. ക്ഷമയാണ് ഏറ്റവും നല്ല എനർജി. ക്ഷമയുള്ളിടത്ത് മാത്രമേ നമുക്ക് എപ്പോഴും എനർജൈസ്ഡ് ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഒന്നും പറ്റില്ല. പ്രിയമുള്ളവരെ, ഞാനൊരു കാര്യം പറയാം. നമ്മുടെ KSRTC ബസ്സിൽ ഒരു വീഡിയോ നിങ്ങൾ കണ്ടെന്ന് അറിഞ്ഞുകൂടാ. ആ ബസ്സിൽ ഒരാൾ കാല് തെറ്റിപ്പോവുക. ആ കണ്ടക്ടർ ബാക്കിലോട്ട് നോക്കുന്നില്ല, ഒറ്റ കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കുക. അവിടെയാണ് ദൈവത്തിൻ്റെ കരമെന്ന് പറയുന്നത്. നല്ല മനസ്സുകൾ, ശുദ്ധമായ മനസ്സുകൾക്കും ജീവിതത്തിൽ ഒരുപാട് നേടാനുണ്ടാവും. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും എല്ലാ പേരും നമ്മളോട് പറയാറുണ്ട്, കാഴ്ചകൾ എന്ന് പറയുന്നത്, ഞാൻ പറയുന്നതാണ്, കാഴ്ചകൾ എന്ന് പറയുന്നത് സന്തോഷത്തോടുകൂടി കാണാനും നമുക്ക് സാധിക്കും, സങ്കടത്തോടുകൂടി കാണാനും സാധിക്കും. അത് നമുക്ക് ഈശ്വരൻ തരുന്നതാണ്. അപ്പോൾ എല്ലാ പേരും, ഞാനും ക്ഷേത്രത്തിൽ പോകുന്ന ആളാണ്, ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്, ഏറ്റവും സന്തോഷകരമായിട്ടുള്ള, ഏറ്റവും സമാധാനകരമായിട്ടുള്ള ഒരു ജീവിതം എനിക്ക് എല്ലാ ദിവസവും തരുന്ന ദൈവത്തിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനെൻ്റെ പ്രാർത്ഥന ആരംഭിക്കുന്നത്. അപ്പോൾ നമ്മളെ ജീവിതത്തിൽ നമ്മൾ അലട്ടുന്ന ഒരുപാട് വിഷയങ്ങളുണ്ടാവാം. ഈ വിഷയങ്ങളെല്ലാം അലട്ടിക്കൊണ്ടിരിക്കുമ്പോഴും നമ്മൾ വളരെ പോസിറ്റീവായിട്ട് നമ്മൾ ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത്, അപ്പോൾ ഈശ്വരൻ നമുക്ക് തരുന്നൊരു എനർജിയുണ്ട്. ആ എനർജിയാണ് ക്ഷമ. എന്ത് കാര്യത്തിലും വരുന്ന കസ്റ്റമേഴ്സ്, നമ്മളടുത്ത് ചില കസ്റ്റമേഴ്സ് വളരെ സ്നേഹത്തോടുകൂടി സംസാരിക്കും, ചിലർ വളരെ കളിയാക്കി സംസാരിക്കും. ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. നല്ല പ്യുവറായിട്ട്, പ്യുവർ ഹാർട്ടോടുകൂടി, ചിരിച്ച മുഖത്തോടുകൂടി വന്നിട്ട് നമ്മളടുത്ത് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ഷൗട്ടിങ് മെൻറ്റാലിറ്റിയോടുകൂടി ചോദിക്കുന്നവരുണ്ട്. കളിയാക്കിയിട്ട് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ മനുഷ്യ സഹജമാണ്. അതൊക്കെ നല്ലതിനെ നല്ലതായിട്ട് എടുക്കുക, തെറ്റിനെ നമ്മൾ സ്വീകരിക്കാതിരിക്കുക. ഇത് തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയപാഠം. ഹൃദയത്തിൽ ഒരുപാട് വേദനയുള്ളവർക്ക് മാത്രമേ ഒരുപാട് ആശയങ്ങൾ ഉണ്ടാവുള്ളൂ. കാര്യം, ഹൃദയത്തിൽ ഒരുപാട് വേദനയുണ്ടെങ്കിൽ നമ്മളെങ്ങനെ, ഞാൻ സാമ്പത്തികത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്, മറ്റ് വേദനകളൊക്കെ ഈശ്വരൻ തരുന്നതാണല്ലോ. ഇന്ന് 90% ആൾക്കാരുടെയും പ്രധാനപ്പെട്ട വിഷയം എന്താ? സാമ്പത്തികമായിട്ട് കടം, അല്ലെങ്കിൽ അവരെ ഉയർച്ചയില്ലായ്മ, ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതിനിടയിലുള്ള വിഷയങ്ങളെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. അപ്പം നമുക്ക് എപ്പോഴും ജീവിതത്തിൽ ഒരു ഏറ്റക്കുറച്ചിലുകൾ, അല്ലെങ്കിൽ നമുക്ക് ജീവിത ദുഃഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ആ ദുഃഖങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിലൊന്നും തളരേണ്ട കാര്യമില്ല. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതാണ്. ഞാൻ ഏറ്റവും കൂടുതൽ മാനസികമായിട്ട് വിഷമിച്ചിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അന്നത്തെ സാഹചര്യത്തിൽ ഞാൻ ആ വ്യക്തിയെ നോക്കിയിട്ട് ഈശ്വരനോട് മാത്രമാണ് ഞാൻ പ്രാർത്ഥിച്ചത്. പക്ഷേ ആ വ്യക്തിക്ക് കാലം കരുതി വെച്ചത് ഭയങ്കരമായിട്ടുള്ള വേദനയാണ്. അത് ഇനിയുള്ള സാഹചര്യങ്ങളിൽ അതങ്ങനെ തന്നെ ആയിരിക്കും. കാര്യം, മനസ്സെന്ന് പറയുന്നത് ഒരു പരിധിക്കപ്പുറം നമ്മൾ ആരെയും വേദനിപ്പിക്കാൻ പാടില്ല. ആ വേദന ഉണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ വിഷമസന്ധിയിലൂടെ നമ്മൾ സഞ്ചരിക്കും. ഹൃദയം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹൃദയത്തിൽ നമുക്ക് വേദനകൾ ഉണ്ടായാൽ മനുഷ്യ ജീവൻ എന്ന് പറയുന്ന വളരെ തുച്ഛമായ സമയം മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ ഈ ലോകത്ത്. അപ്പോൾ അത് വളരെ ഹാപ്പിയായിട്ട്, സന്തോഷമായിട്ട് നമ്മളുടെ കഴിവുകൾ നമ്മൾ പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകും. അത് ഏത് മേഖലയിലായാലും ശരി. ജീവിതത്തിൽ ഞാൻ ഈ രത്നങ്ങൾ എന്ന് പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് ധരിക്കാനും, രത്നങ്ങൾ ധരിക്കുമ്പോൾ ഗുണങ്ങളുണ്ട്, ആ രത്നങ്ങൾ ധരിക്കുമ്പോൾ കറക്റ്റായിട്ട് നോക്കിയില്ലെങ്കിലുള്ള ദോഷങ്ങളുണ്ട്, ഈ രത്നങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടുള്ള പങ്ക്തികൾ, ആ രത്നങ്ങൾ ഏത് മൈനിൽ നിന്നാണ് കിട്ടുന്നത്, ഇതിനെക്കുറിച്ചെല്ലാം ഞാൻ വിശകലനമായിട്ട് ഓരോന്നിലും പറയുന്നത്. എൻ്റെ പ്രൊഫഷൻ അതിൻ്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മളെപ്പോഴും ഓരോ വിഷയങ്ങളിലും നമ്മൾ ആനുപാതികമായിട്ട് അതിനെ കൃത്യമായിട്ട് ഒരു കൃത്യമായിട്ടുള്ളൊരു ബാലൻസിങ് എപ്പോഴും കീപ്പ് ചെയ്യണം. റൂബി എന്നൊരു കല്ല്, അത് മാണിക്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെന്താണ് മിനറൽസ്, അതിൻ്റെ ഫോർമേഷൻ എന്താണ്, അത് ഏത് മൈനാണ്, ആ കല്ല് നമുക്ക് എന്ത് ക്വാളിറ്റിയിലാണ് ഇരിക്കുന്നത്, ഏത് കാറ്റഗറീസാണ്, AAA+ ആണോ അതോ മീഡിയം ആണോ ഹൈ ആണോ, ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള വ്യക്തമായ ബോധ്യമാണ്. ആ കല്ലുകൾ ഇങ്ങനെയാണ് എന്ന് ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നത്. ഒരുപാട് പേരുണ്ടാവും ഇത് അറിഞ്ഞുകൂടാതെ മേടിക്കുന്നവരൊക്കെ. പക്ഷെ ഓരോ കല്ലിനും ഓരോ ക്വാളിറ്റി ഉണ്ട്. ആ ക്വാളിറ്റി ബേസിൽ നമ്മൾ മേടിക്കുക. ഈശ്വരൻ എല്ലാവരെയും സൃഷ്ടിച്ചിരിക്കുന്നത് ഒരേ ക്വാളിറ്റി കല്ല് മേടിക്കാനല്ല.
അവരവരാൽ കഴിയുന്ന രീതിയിലുള്ള കല്ലുകളാണ്. ഞാൻ അതിൻ്റെ മൂൺ സ്റ്റോണിനെ കുറിച്ച് പറയുന്നത്. മൂൺ സ്റ്റോൺ എന്ന് പറയുന്നത് എപ്പോഴും ഞാൻ ഇട്ടിരിക്കുന്നത് ക്യാരറ്റിന് ഈ മൂൺ സ്റ്റോണിൻ്റെ വിലയെന്ന് പറയുന്നത് 55 രൂപയ്ക്കുള്ള മൂൺ സ്റ്റോണാണ്. എന്തുകൊണ്ടാണ്? ഇത് നമുക്ക് എപ്പോഴും ഒരു കൂളിംഗ് ബാലൻസ് കിട്ടും. ചില നക്ഷത്രക്കാർ പൊതുവിൽ, എൻ്റെ നക്ഷത്രം അനിഴമാണ്, അനിഴ നക്ഷത്രക്കാർ പൊതുവിൽ ഒരു മൂൺ സ്റ്റോൺ ധരിക്കുന്നത് വെറുതെ ധരിക്കുന്നതായാലും ഉത്തമമാണ്. അത് എങ്ങനെ വേണോ ധരിക്കാം. നിങ്ങൾക്ക് മോതിരത്തിൽ തന്നെ ധരിക്കണം. അത് ഗോൾഡിൽ വേണമെങ്കിലും സിൽവറിൽ വേണമെങ്കിലും ധരിക്കാം. അപ്പം നമ്മളെപ്പോഴും നമ്മൾ ഓരോ രത്നങ്ങൾ ധരിക്കുന്നതും ഇത് എമറോൾഡാണ്, ഇത് എൻ്റെ സ്റ്റോണാണ്. ലോങ് 5 years ആയിട്ട് ധരിച്ചിരിക്കുന്ന സ്റ്റോണാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഗുണം തന്നിട്ടുള്ള എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയതാണ് ഈ എമറോൾഡ്. അപ്പോൾ ഓരോ രത്നങ്ങൾ ധരിക്കുമ്പോഴും വളരെ മനോഹാരിതയോട് കൂടിയിട്ട്, ഗുണത്തിന് വേണ്ടിയിട്ട്, സന്തോഷത്തോടു കൂടി നമുക്ക് ധരിക്കാനും സന്തോഷങ്ങൾ ഉണ്ടാവാനും സാധിക്കട്ടെ. പിന്നെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം എൻ്റെ അടുത്ത് പറഞ്ഞൊരു ചോദ്യമാണ്, കല്യാണം നടക്കുന്നില്ല. പൊതുവിൽ ആ കുട്ടിക്ക് കല്യാണം നടക്കുന്നേ ഇല്ല. അപ്പോൾ ഈ കല്ലിൽ കല്യാണം നടക്കാത്തതിനുള്ള റെമഡീസ് എന്നുള്ള രീതിയിൽ അല്ല, പൊതുവിൽ ആ നക്ഷത്രപ്രകാരം ആ കുട്ടിക്ക് ഏത് കല്ല് ധരിക്കണമെന്ന് നോക്കി, ജാതകത്തിൽ ചൊവ്വാദോഷത്തിൻ്റെ ഇതുള്ളത് കൊണ്ടാണ് നടക്കാത്തതെന്നുള്ള രീതിയിലാണ് നമുക്ക് വന്ന കോള. നമുക്ക് ഒരു കല്ല് ധരിക്കുകയും ചെയ്തു. അങ്ങനെ കല്ലിൻ്റെ കാര്യത്തിൽ നോക്കിയപ്പോൾ അവർക്ക് ധരിക്കേണ്ടത് പേളാണ്. അപ്പോൾ ഈ പേള് ധരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു, പേള് ധരിച്ചു. കല്ല് ധരിച്ച് ഇനിയിപ്പം പൊതുവിലുള്ള ആൾക്കാർ പറയും ആ കല്ല് ധരിച്ചില്ലെങ്കിൽ കല്യാണം നടക്കുമായിരുന്നു. കഴിഞ്ഞൊരു 3 വർഷമായിട്ട് നടക്കുന്നില്ല. കല്ല് ധരിച്ചൊരു 3 മാസം കഴിഞ്ഞപ്പോൾ കല്യാണം നടന്നു. അവർ നമ്മുടെ വീട്ടിലേക്ക് കല്യാണം വിളിച്ച് വരികയാണ്. അപ്പം ഞാൻ അതാണ് പറയുന്നത്, ചില കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള ബോധ്യവും അടിസ്ഥാനത്തിലും നമ്മൾ സംസാരിക്കുമ്പോൾ ധരിക്കുക. ഈ കല്യാണം കഴിക്കാതെ ഒക്കെ ഇരിക്കുന്ന കുട്ടികളൊക്കെ ഒരുപാടുണ്ടാവുമല്ലോ. സമയത്തിന് കല്യാണം നടന്നില്ലെങ്കിലുള്ള ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും അറിയില്ല. അപ്പം അങ്ങനെയുള്ളവരൊക്കെ അവരെ നക്ഷത്രപ്രകാരമുള്ള കല്ലുകൾക്ക് ധരിക്കാൻ അനുയോജ്യമായ കല്ലുകളാണെങ്കിൽ അത് കൃത്യമായിട്ട് ധരിച്ചാൽ നോക്കാം മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. അപ്പം നമ്മൾ ധരിക്കുക. പിന്നെ ഇന്നത് തന്നെ ധരിക്കണം എന്നുള്ള ഇന്ന ആളുടെ ഇപ്പം നമ്മുടെ ഇതിനെ മേടിച്ച് ധരിക്കണമെന്നൊന്നും നമ്മൾ പറയില്ല. നിങ്ങൾക്ക് എവിടെ നിന്ന് വേണോ ധരിക്കാം. പക്ഷെ നല്ല ശുദ്ധമായിട്ടുള്ള രീതി, നാച്ചുറലായിട്ടുള്ള രീതിയിലുള്ള കല്ല് ധരിച്ചാൽ കൃത്യമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. അത് ജ്യോതിഷപരമായിട്ടോ പറയുന്നതല്ല, വിശ്വാസപരമായിട്ട് ഞാൻ പറയുന്നതല്ല. പൊതുവിൽ ഈ കല്ലുകളുടെ എനർജി അങ്ങനെയാണ്. ഞാനെപ്പോഴും പറയുന്നില്ലേ, യോഗ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന എനർജി എന്താണെന്ന്. യോഗ ഒരു ഹ്യൂമൻ ലൈഫിൽ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു സ്ട്രെസ് റിലീഫ് റെമഡിയാണ്. അതുപോലെ തന്നെയാണ് സ്റ്റോൺസിലേക്ക് നാച്ചുറലായിട്ട് കിട്ടുന്നതിൽ സ്റ്റോൺസ് എന്ന് പറയുന്നത് ആ ഒരു എനർജി നമ്മുടെ ശരീരത്തിലേക്ക് ഒരു തെറാപ്പി ഫോർമേഷൻ ചെയ്യാനുള്ള കപ്പാസിറ്റി രത്നങ്ങൾക്കുണ്ടെന്നുള്ള അടിയുറച്ച വിശ്വാസവും നല്ല ശാസ്ത്രത്തിൻ്റെ കണ്ടെത്തലാണ്. ഇത് ഞാനിരുന്ന് പറയുന്നതല്ല. അപ്പോൾ രത്നങ്ങൾക്ക്, ശുദ്ധമായ രത്നങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള പവറുണ്ട്, അതിൻ്റേതായിട്ടുള്ള ഗുണമുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ അങ്ങോട്ട് തെന്നി പോകുന്നതല്ല. രത്നശാസ്ത്രം സത്യമാണ്. ആ സത്യത്തിൽ അടിയുറച്ചാണ് ഓരോ രത്നവ്യാപാരികളും രത്നങ്ങൾ കൊടുക്കേണ്ടത്. ഓരോരുത്തരുടെയും ജീവിതമാണെന്നുള്ള ഓർമ്മ എല്ലാ രത്നവ്യാപാരികൾക്കും ഉണ്ടാവണം. അവർക്ക് അനുയോജ്യമായിട്ടുള്ള രത്നങ്ങൾ കൊടുക്കുമ്പോൾ അവരുടെ ജീവിതത്തിലുള്ള മാറ്റങ്ങളുണ്ടാവും. ആ അനുയോജ്യമായ രത്നങ്ങൾ ഏറ്റവും നല്ല ക്വാളിറ്റിയോടുകൂടി ശാന്തൻ റോയൽസ് നിങ്ങളുടെ മുന്നിലേക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എപ്പോഴും ഞങ്ങൾ തരാൻ തയ്യാറാണ്. ആ ക്വാളിറ്റിയിലാണ് ഞങ്ങളുടെ വിശ്വാസം. ആ ക്വാളിറ്റി ഞങ്ങൾ കാത്തു സൂക്ഷിക്കും. ആ ക്വാളിറ്റിയിലൂടെ നിങ്ങൾ അർപ്പിക്കുന്ന വിശ്വാസത്തിന് ഹൃദയത്തിൽ നിന്നുള്ള നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.